സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ പെൺപുലികൾ 90കളുടെ തുടക്കത്തിൽ തന്നെ സംവിധാന മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഫീമെയിൽ ഡയറക്ടേഴ്സ്. തേർഡ് പ്ലേസിൽ അഞ്ജലി മേനോൻ 2008 മഞ്ചാടിക്കുരു എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാന മേഖലയിലേക്ക് കടന്നു വരുന്നതെങ്കിലും ഈ സിനിമ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിർത്തിവെക്കുകയും തുടർന്ന് 2014 യുവജനങ്ങളെ ഒന്നടങ്കം കയ്യിലെടുത്ത സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. ഈ സിനിമയിലൂടെ അഞ്ജലി മേനോൻ എന്ന സംവിധായിക തന്റെ മുദ്ര പതിപ്പിച്ചു. സെക്കൻഡ് പ്ലേസിൽ സുധാ കൊങ്കറ. ദ്രോഹി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുധാ കൊങ്കറ സംവിധായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. 2016 മാധവനെ നായകനാക്കി ഇരുതി സുട്രു എന്ന ചിത്രം സംവിധാനം ചെയ്തു. എന്നാൽ 2020 സൂര്യയെ നായകനാക്കി സുധാ കൊങ്കറ സംവിധാനം ചെയ്ത സൂററൈ പോർട്രേൽ ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം പിടിച്ചു. കോവിഡ് പാൻഡമിക് കാരണം നേരിട്ട് OTT റിലീസ് ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് നഷ്ടമായത് ഒരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ്. ഓസ്കാർ നോമിനേഷനിൽ വരെ എത്തിയ സുധാ കൊങ്കറയുടെ സൂററൈ പോർട്രേൽ. ഫസ്റ്റ് പ്ലേസിൽ ഗീതു മോഹൻദാസ്. 1986 മുതൽ ചൈൽഡ് ആർട്ടിസ്റ്റായി സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രവേശിച്ച ഗീതു മോഹൻദാസ് 2000 പുറത്തിറങ്ങിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലൂടെ ആദ്യ ലീഡ് റോൾ ചെയ്ത് അരങ്ങേറ്റം കുറിക്കുന്നു. വളരെ കുറച്ചു സിനിമകൾ മാത്രം അഭിനയിച്ച ഗീതു മോഹൻദാസ് കേൾക്കുന്നുണ്ടോ എന്ന മലയാളം ഷോർട്ട് ഫിലിമിന് ശേഷം 2014 ലയേഴ്സ് ഡൈസ് എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്യുന്നു. 2019 നിവിൻ പോളിയെ നായകനാക്കി മൂത്തോൻ എന്ന ചിത്രം സംവിധാനം ചെയ്തു. എന്നാൽ സിനിമ ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടിയെങ്കിലും ജനങ്ങൾക്കിടയിൽ പോസിറ്റീവ് റിവ്യൂ നേടാൻ കഴിഞ്ഞെങ്കിലും മൂത്തോൻ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് മൊത്തം സിനിമാ ഇൻഡസ്ട്രിയും കാത്തിരിക്കുന്ന 2026 ബോക്സ് ഓഫീസ് തകർക്കാൻ പോകുന്ന ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ടോക്സിക്. KGF 2 ശേഷം യാഷിന്റെ ഇറങ്ങാൻ പോകുന്ന മാരകയറ്റം. ഏകദേശം 300 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്ന ഈ സിനിമ 6 ഭാഷകളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അടുത്ത പാൻ ഇന്ത്യൻ ചിത്രം ഗീതു മോഹൻദാസിന്റെ കയ്യിൽ.